കുട്ടി, ഒരു കുട്ടിയുടെ നിഷ്കളങ്കത എന്ന് നിലനിൽക്കുന്നത് എപ്പോഴാണ്? ഒരു കുട്ടിയുടെ നിഷ്കളങ്കത നിലനിൽക്കുന്നത് എപ്പോഴാണ്? അത് കുട്ടി തുടക്കാൻ തുടങ്ങുന്നത് വരെയാണ്. നമ്മളെ ഒരു കുട്ടിനെ ഉമ്മ വെച്ചു, കുട്ടിനെ താലോലിച്ചു, കുട്ടിനെ ഓമനിച്ചു, നമ്മളെ മൂക്കുമ്പല് നമ്മളെ ജലദോഷം കുറച്ചുണ്ടെങ്കിൽ അത് കുട്ടിന്റെ മുഖത്തായി, കുട്ടി തുറക്കൂല. തുറക്കോ? നമ്മള് കുട്ടിനെ പൊടിച്ചപ്പോ കുറച്ച് വെള്ളം കുട്ടിനെ കയ്യുമ്മലായി, കുട്ടി തുറക്കൂല. അത് കുറച്ചിങ്ങനെ എത്തിയതിന്റെ ശേഷം കുട്ടിക്ക് നമ്മൾ ഉമ്മ കൊടുത്തപ്പം കുട്ടി ഇങ്ങനെ തുടക്കാൻ തുടങ്ങിക്കണോ, കുട്ടിന്റെ നിഷ്കളങ്കത അവസാനിക്കാൻ തുടങ്ങണം. നമ്മൾ ഉമ്മ വെച്ചപ്പോ കുട്ടി എന്തായി? ഇങ്ങനെ തുറക്കാൻ തുടങ്ങി അല്ലേ? നമ്മൾ കുട്ടിനെ എടുത്തിട്ട് കവിളിത്തടത്തിൽ ഒരു ഉമ്മ വെച്ചു, അപ്പൊ കുട്ടി നമ്മളാണ് തിരിഞ്ഞു വരുമ്പോ കുട്ടി ഇങ്ങനെ അവന്റെ ഒരു ഉമ്മ വെക്കണം. ആ തുടക്കാൻ തുടങ്ങിയ അവിടെ മുതൽക്കാണ് കുട്ടിക്ക് അദബ് പഠിപ്പിക്കാൻ തുടങ്ങേണ്ടത്. അതാണ് നമ്മൾ ഓരോരുത്തരും, നമുക്ക് അള്ളാഹുവിന് മുമ്പിൽ കുട്ടികളാകാൻ പറ്റണം. എങ്ങനെ കുട്ടികളാകണം? നിഷ്കളങ്കതയുള്ള കുട്ടിക്ക് നമ്മൾ ഉമ്മ വെച്ചപ്പോ കുട്ടി ഇപ്പൊ തുടക്കാൻ തുടങ്ങി, അപ്പൊ കുട്ടിനെ കൽബില് പലതും വരലു തുടങ്ങി. അതിന്റെ മുമ്പത്തെ അവസ്ഥയാണ് ആലോചിക്കേണ്ടത്. അള്ളാഹുവും നമ്മളും തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ബന്ധം കുട്ടിയും ഉമ്മയും. കുട്ടിയും ഉമ്മയും. നിങ്ങൾ നോക്ക്, ബദരീങ്ങൾക്ക് എന്താ ഇപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഇത്ര വലിയ പ്രതിഫലം കിട്ടിയത്? അതൊരു കുട്ടിയും ഉമ്മയും തമ്മിൽ പറയണ മാതിരിയാണ്. നമ്മളെ അബുദാബിയിലൊക്കെ പ്രസിദ്ധീകരിക്കുന്ന അൽ ഇത്തിഹാദ് പത്രത്തിന്റെ ഹദീസുൽ ജുമാ എന്ന് പറഞ്ഞ ഫ്രൈഡേ ഫീച്ചർ, അതിലുണ്ടായിരുന്ന ഒരു കാർട്ടൂൺ. എന്താണ് ആ കാർട്ടൂണ്? ഒരു പ്രസവിച്ചിരിക്കുന്ന ഉമ്മ ചെറിയ കുട്ടിനെ ഓമനിച്ച് താലോലിച്ച് തൊട്ടിലിട്ട് ഉറക്കിയിട്ട് ഉമ്മ കുളിക്കാൻ മടി. ഉമ്മ കുളിമുറി കയറി അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് ഉമ്മ വാതിൽ തുറക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വീട്ടില് 5-8 ആള്, കുട്ടി കിടക്കണ തൊട്ടിന്റെ ചുറ്റുഭാഗത്ത് ആളുകൾ ഇങ്ങനെ ബേജാറായിട്ട് നിൽക്കണം. കുളി കഴിഞ്ഞങ്ങാണ്ട് ഉമ്മ വാതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് ഇങ്ങനെയാണ് നോക്കുമ്പം സുബ്ഹാനല്ലാഹ്, കുട്ടി കിടക്കണ തൊട്ടിന്റെ മുകളിൽ ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ ചിറ്റിയിട്ട് ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുക. കൂടിയോല് മുഴുവനും പടച്ചോനെ ഈ കുട്ടിനെ എങ്ങനെ രക്ഷപ്പെടുത്തും? ബേജാറിന്റെ നിർത്താണ് ഇവരെല്ലാരും നിൽക്കുന്നത്. ഉമ്മ കുളിമുറിന്ന് വാതിലിന് തുറന്നു നോക്കുമ്പോ ഈ രംഗാണ് കണ്ടിട്ടേ ആ ആളുകളുടെ അടിയിൽ കൂടെ ഉമ്മ ഒരു സെക്കൻഡിൽ, ഒരു മൈക്രോ സെക്കൻഡിൽ ഓടിന് വന്നിട്ട് തൊട്ടിന്ന് കുട്ടിനെ എടുത്തിട്ട് ഉമ്മ പോകും. അത് ദുനിയാവിൽ ഉമ്മാക്ക് മാത്രമേ സാധിക്കൂ. ഇത് മൂർക്കം പാമ്പാണോ അല്ലാത്ത പാമ്പാണോ ബാക്കിയുള്ളതാണോ അതൊന്നും ആലോചിച്ച അമ്മക്ക് നേരം കിട്ടിയോ? അവിടെ കൂടി നിൽക്കുന്ന ആൾക്കെങ്കിലും കുട്ടിനെ എടുക്കാന്ന് ധൈര്യം വന്നോ? അവിടെ അമ്മയും കുട്ടിയും തമ്മിൽ ഒരു ബന്ധം കണ്ടെങ്കിൽ ബദരീങ്ങളും അള്ളയും തമ്മിൽ അങ്ങനെയാണ് ബന്ധം. ബദരീങ്ങളും അള്ളയും തമ്മിൽ അങ്ങനെയാ ബന്ധം. അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവിടെ നിങ്ങട്ട് പുറപ്പെട്ട പട്ടാളം, സൈന്യവും ബാക്കിയൊക്കെ പാടാം അങ്ങോട്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അവിടെ നിങ്ങട്ട് പുറപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക സ്രോതസ് ഒന്നായിട്ട്. ഇവരൊക്കെ കൂടെ പരിചയമില്ലാത്ത ബദറിൽ സംഘടിക്കുമ്പോ നാടും വീടും കുടുംബം മറ്റൊക്കെ വിട്ട് 5 കാശ് കയ്യിലില്ലാത്ത കാലം, പട്ടാളം പരിശീലനം ബാക്കിയൊന്നും നടന്നിട്ടില്ലാത്ത ആളുകൾ, 300 ചുല്ലാനും വരുന്ന സ്വഹാബാക്കൾ, ഈ ആയിരങ്ങളോട് അങ്ങോട്ട് പട പൊരുതാൻ എങ്ങനെയാ പുറപ്പെട്ടത്? അതെ, ആ തൊട്ടിന്ന് ഉമ്മ കുട്ടിനെടുക്കാൻ പോയ മതിയാണ്. ആ തൊട്ടിന്ന് ഉമ്മ കുട്ടിനെടുക്കാൻ വേണ്ടി പോയല്ലോ. അതെങ്ങനെ? അതിന് ആയത്തോതിയിട്ട് കാര്യമില്ല, അതിന് ഹദീസ് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ഇഷ്കാണ്, അത് ഒരു ഇഷ്കാണ്. ആ ഇഷ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണുനീര് എന്ന് പറയുന്നത്. അതാണ് ഉമ്മയും കുട്ടിയും തമ്മിൽ. കുട്ടിയാണ് കരഞ്ഞാൽ, കുട്ടിന്റെ കരച്ചില് കേൾക്കുമ്പോഴേക്കും ഉമ്മാക്ക് തോന്നും കുട്ടിക്ക് പാല് കൊടുക്കാനേക്കണേ. കുട്ടിക്ക് പാലിന് ഇങ്ങനെ ദാഹിച്ചാൽ, കുട്ടിക്ക് വിശന്നിട്ട് കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ സമയമായാൽ ഉമ്മ കിലോമീറ്ററുകൾ അപ്പുറത്താണെങ്കിലും കുട്ടിയാണ് കരയുമ്പം ഉമ്മാക്ക് ആ വിവരം അറിയാം, എന്റെ കുട്ടി കരയിൽ തുടങ്ങിയിരിക്കണ. അത് കുട്ടിയും ഉമ്മയും തമ്മിൽ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ റബ്ബും തമ്മിൽ ജീവിതത്തിന്റെ ഒരു സെക്കൻഡെങ്കിലും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരും. അവിടെയാണ് നമ്മുടെ രക്ഷ നിൽക്കുന്നത്. പ്രകടനങ്ങളും പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒറ്റക്കിരുന്നു കൊണ്ടുള്ള നമ്മുടെ ഒരു വിചാരത്തിൽ റബ്ബും നമ്മളും തമ്മിൽ, അത് ആ കുട്ടി കരയുമ്പോഴേക്ക് ഉമ്മക്ക് മനസ്സിലാകും ഇത് ഇന്ന ആവശ്യത്തിനാണ്. കുട്ടിന്റെ കരച്ചിലിനനുസരിച്ച് ആവശ്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ നിങ്ങൾ ബദരീങ്ങൾക്ക് എങ്ങനെ അത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ ഉമ്മാക്ക് എങ്ങനെ ഇപ്പൊ അത് സാധിച്ചത്? അതെന്നെ എന്നെ മറുപടി. അപ്പൊ നമ്മുടെ ചെറിയ കുട്ടി, ആ നിഷ്കളങ്കമായിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ആദ്യം ഭൂമിയിൽ വെച്ച് കേട്ടിരിക്കുന്ന ഏറ്റവും ഈണത്തിലുള്ള പാട്ട്, ഏറ്റവും നല്ല സന്തോഷമുള്ള ഗാനം, ഏറ്റവും ആനന്ദകരമായ ഗാനം ഭൂമിയിൽ വന്നപ്പോ ആ കുട്ടി കേട്ടതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞമ്മക്കൊക്കെ ഞാൻ നല്ലൊരു മരുന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ കൂറ്റമ്പാറ ഉസ്താദ് അയക്കണ്, ഞാനങ്ങനെ ചെറിയ ആളൊന്നല്ല. അതൊക്കെ ശരി തന്നെ ആയിക്കോട്ടെ, ഇന്നിപ്പോ നിങ്ങൾക്ക് എതിരില്ലല്ലോ. പക്ഷേ അള്ളാഹുവിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയാണ് എന്ന ബോധം, ഒരു കഴിവുമില്ലാത്ത ആളാണ് എന്നെനിക്ക് ഒറ്റക്ക് ബോധ്യം വരാൻ നല്ലതെന്താ? നിങ്ങൾ ഒറ്റക്ക് അള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുക. എന്നിട്ട് പണ്ട് ഉമ്മ തൊട്ടിലിട്ട് ആട്ടിയപ്പോ ചെല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈണത്തിൽ ഇങ്ങനെ ചെല്ല, ഒറ്റക്ക് ഇങ്ങനെ ചെല്ല. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും ഞാൻ വളരെ ചെറുതാണ്, എന്റെ ഉമ്മ എന്നെ തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കിയ ഒരവസ്ഥ എനിക്ക് കഴിഞ്ഞിക്കണ്. അത് ഓർമ്മ വരും. രണ്ടാമത്തെ ഒന്നും കൂടി ഓർമ്മ വരും. എന്താ? ഉമ്മ അന്ന് തൊട്ടിലിട്ട മാതിരി ഇന്നഞ്ഞ് വേറൊരു തൊട്ടിലിടാണ്ട് അത് മയ്യത്തും കട്ടിലാണ്. ആ മയ്യത്തും കട്ടിലും അങ്ങനെ പിടിച്ചിട്ട് മുന്നിലുണ്ടാവും ചൊല്ലിക്കൊടുക്കണ ഒരാൾ ഈണത്തിൽ. ഒന്ന് ചൊല്ലിക്കാൻ ലാ ഇലാഹ സ്വയം ചികിത്സ എന്നാണ് അതിന് പറയാം. നമ്മളെ ഭാവിക്കും നമ്മളെ രക്ഷക്കും വേണ്ടി സ്വയം ചികിത്സ കണ്ടെത്തുകയാണ്. ആ സ്വയം ചികിത്സ കണ്ടെത്തുമ്പോ പാതിരാവിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റക്ക് ഇങ്ങനെ റബ്ബിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കഴിവുമില്ലാതെ ഞാൻ എന്റെ തൊട്ടിൽ ഇങ്ങനെ കിടക്കണ സമയത്ത് പടച്ചോനെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ചെറിയ കുട്ടി കുടുങ്ങി. എന്നാ ആ കുട്ടിയാണ് കരയാൻ തുടങ്ങും. കുട്ടി കരയുമ്പോഴോ കുട്ടിന്റെ വാപ്പ വന്നിട്ട് എടുത്താൽ കുട്ടി വാപ്പാനൊന്നിങ്ങനെ നോക്കിയിട്ട് ഒരു കാൽ ഭാഗം കരച്ചിൽ നിൽക്കും. കാരണം എന്താ? കുട്ടിക്ക് ഈ കൂടി ആരെയും പരിചയമല്ല, വാപ്പാനെ കുറേശ്ശെ പരിചയമുണ്ട്. അപ്പൊ വാപ്പ എടുത്തിട്ടൊരു ഉമ്മ കൊടുത്താൽ കുട്ടിന്റെ ഒരു കാൽ ഭാഗം കരച്ചിൽ നിൽക്കും. അപ്പൊ വാപ്പാന്റെ അടുത്ത് കുട്ടിനെ ഉമ്മാക്കാന്ന് കൊടുത്താലോ ഉമ്മാനിങ്ങനെ നോക്കിയാൽ കുട്ടിന്റെ മുക്കാൽ ഭാഗം കരച്ചിൽ നിൽക്കും. മുക്കാൽ ഭാഗം കുട്ടിന്റെ കരച്ചിൽ നിൽക്കും. ഒന്നും കൂടി കുട്ടിക്ക് പരിചയമുള്ളത് ആരെയാണ്? ഉമ്മാനെയാണ്. നല്ലോണം പരിചയമുള്ളത് ഉമ്മാൻ. എപ്പോഴും മുക്കാൽ ഭാഗം കരച്ചിൽ നിൽക്കും. കുട്ടി കരച്ചിൽ നിർത്താതെ പിന്നെയും ഏങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ചെയ്യുന്ന പണി എന്താണ്? കുട്ടിക്ക് നല്ലോണം പരിചയമുള്ള ആളെടുത്തിക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അതേതാ? അതാ തൊട്ടിലിങ്ങനെ ഇട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തെ 4 മാസം, ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തെ 4 മാസം ആ കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിങ്ങനെ ഹംദിന്റെ മക്കാമാണ്. അപ്പൊ ആ കുട്ടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്ക. അതിങ്ങനെ കേട്ടിട്ട് ആ കുട്ടിന്റെ കരച്ചിലിങ്ങനെ മാറിയില്ലേ? ആ കുട്ടി നല്ലോണം വിശ്രമിച്ചില്ലേ? ആ കുട്ടിന്റെ പേടിയൊക്കെ പോയി സുഖമായിട്ട് ഉറങ്ങിയില്ലേ? അപ്പൊ ഞമ്മക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരാനുള്ളത് അല്ലാഹ്